പാദവാർഷിക പരീക്ഷ 5ാം ക്ലാസ് ലിസാനുൽ ഖുർആൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും 2021 മുതലുള്ള ലിസാൻ്റെ പാദവാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ പരിശോധിച്ച് തിരഞ്ഞെടുത്ത മോഡൽ ചോദ്യപേപ്പർ വിവരിക്കുന്നതുമായ നല്ലൊരു വീഡിയോയാണ്. മുഴുവനായി തന്നെ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ യൂസ്ഫുൾ ആയിരിക്കും, ഒരിക്കലും തന്നെ നഷ്ടമാവുകയില്ല. നല്ലൊരു മാർക്ക് ഇതിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അത് നഷ്ടപ്പെടുത്തരുത് എന്ന് വിനയത്തോടുകൂടെ പറയുകയാണ്. മുഴുവനായി ഒന്ന് കാണുക, ഈ ഒരു വിഷയമെങ്കിലും മുഴുവനായി കേൾക്കുക. ചോദ്യത്തിലേക്ക് വരുമ്പോൾ ഒന്നാമത്തത് നൂസിലു ബിൽ മുനാസിബി, യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുത്ത് വിട്ട ഭാഗത്ത് എഴുതി കൊടുക്കാനാണ്. ബ്രാക്കറ്റിലുള്ളത് വായിക്കുന്നില്ല, നമുക്ക് ചോദ്യത്തിൻ്റെ കൂടെ ഉത്തരം വായിക്കാം. ഒന്നാമത്തത് അൽ ഉമ്മാലു, ജോലിക്കാർ, യാമലൂന അവർ പണിയെടുക്കുന്നു, ജോലിയെടുക്കുന്നു, ഫിൽ മസ്റഇ കൃഷിയിടത്തിൽ പണിയെടുക്കുന്നു. എന്താണ് യോജിച്ച് വരുന്നത്? യഅമലൂന എന്നതാണ്. ഇവിടെ യോജിപ്പിക്കുമ്പോൾ ലിസാനിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ചോദ്യത്തിൽ ഏതാണോ ഉള്ളത് അതിനോട് യോജിപ്പിച്ച് തന്നെ നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കണം. ഇവിടെ നിങ്ങൾ നോക്കൂ, അൽ ഉമ്മാലു എന്ന് പറഞ്ഞാൽ ജോലിക്കാർ എന്നാണ്. ഒരുപാട് ജോലിക്കാരുണ്ട്. അപ്പോൾ ഒരുപാട് ജോലിക്കാരുള്ളത് കൊണ്ടാണ് യാമലൂന എന്ന് പറഞ്ഞത്. യാമലു, യാമലാനി, യാമലൂന, ഒരുപാട് ജോലിക്കാർ ജോലി ചെയ്യുന്നു എന്നുള്ളതിനല്ലേ യാമലൂന പറയുന്നത്. ഒരാളാണെങ്കിൽ യാമലു പറഞ്ഞാൽ പോരെ. അതുകൊണ്ട് ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ഏകവചനമാണെങ്കിൽ ഏകവചനം നോക്കണം, ബഹുവചനമാണോ അല്ലെങ്കിൽ ദ്വവചനമാണോ, പിന്നെ ആണാണോ പെണ്ണാണോ എന്നൊക്കെ നോക്കിയിട്ട് മാത്രം നമ്മൾ അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കുക. ഇനി രണ്ടാമത്തെ നോക്കൂ, അൽ മുസ്ലിമൂന, മുസ്ലിമീങ്ങൾ. ഒരു മുസ്ലിമല്ല, മുസ്ലിമീങ്ങളാണ്. അതിനും നമ്മൾ ബഹുവചനമാണ് തിരഞ്ഞെടുക്കേണ്ടത്. യദ്ഹബൂന, അവർ പോകുന്നു. എങ്ങോട്ട്? ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് അവർ പോകുന്നു. അപ്പോൾ യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന. യദ്ഹബു ഒരാൾ പോകും, യദ്ഹബാനി രണ്ടാൾ പോകും, യദ്ഹബൂന ഒരുപാട് ആളുകൾ. ആ ആളുകൾ ആരാണ്? ആണുങ്ങളാണ്. അതുകൊണ്ടാണ് യദ്ഹബൂന പറഞ്ഞത്, പള്ളിയിൽ പോകുന്നത് ആണുങ്ങളാണല്ലോ. ഇനി ഹാമിദുൻ, ഹാമിദ് ഒരാളേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒരാളുള്ളത് മാത്രമേ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ പറ്റൂ. കത്തബാവൻ എഴുതി, അദ്ദറസ പാടത്തെ എഴുതി. ഇനി നാലാമത്തത് അത്തോലിബാനി, രണ്ട് വിദ്യാർത്ഥികൾ, രണ്ടാളുണ്ട്. അപ്പോൾ രണ്ടാളുടെ മേൽ അറിയിക്കുന്നതാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് തിരഞ്ഞെടുക്കേണ്ടത്. ഏതാണത്? ലഇബാ, ലഇബ, ലഇബാ, അവർ രണ്ടുപേരും കളിച്ചു. ബി ദുവാമത്തി, ദുവാമത്ത് കൊണ്ട്, പമ്പരം കൊണ്ട് കളിച്ചു. അഞ്ചാമത്തത് ജുനൈദുൻ വ നബീലുൻ, ജുനൈദുൻ വ നബീലുൻ, രണ്ടാളുണ്ട്. യുനല്ലിഫാനി, അപ്പോൾ രണ്ടാൾക്ക് യോജിച്ച തന്നെ തിരഞ്ഞെടുക്കണം. അവർ രണ്ടുപേരും വൃത്തിയാക്കുന്നു. അൽ അസ്നാന, പല്ലിനെ. യുനല്ലിഫു ഒരാൾ വൃത്തിയാക്കുന്നു, യുനല്ലിഫാനി രണ്ടുപേര് വൃത്തിയാക്കുന്നു. അൽ അസ്നാന, പല്ലിനെ. ആറാമത്തത് യൽബസു നൗഫലുൻ, നൗഫൽ ധരിക്കുന്നു. ബിദ്ലത്തൻ റസ്മിയത്തൻ, യൂണിഫോം ധരിക്കുന്നു. ഈ രൂപത്തിലാണ് നമ്മൾ ബ്രാക്കറ്റിൽ നിന്ന് എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. ലിസാനാണ്, ചെറിയ തെറ്റിന് വലിയ മാർക്ക് നഷ്ടപ്പെടും, പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോൾ നുക്കമ്മിലുൽ ജദ്വല, പട്ടിക പൂരിപ്പിക്കാനാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ വിഷയങ്ങളൊക്കെ തന്നെ ഈ പട്ടികയിലുള്ളത്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ചെയ്തു. മുസന്ന എന്നുള്ളത് രണ്ടാൾ ചെയ്തു എന്നതിന് മേൽ അറിയിക്കുന്നതാണ്. ജംഅ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ ചെയ്യുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ പറയുന്നതാണ് ജംഅ്, ബഹുവചനം. ഇപ്പോൾ ഏകവചനം, ബഹുവചനം, ദ്വവചനം രണ്ടെണ്ണത്തിന് മേൽ അറിയിക്കുന്നതാണ് ദ്വവചനം എന്ന് പറയുന്നത്. ഏക് ദോ, ദോ വചനം. പിന്നെ ബഹുവചനം, ഒരുപാട് പേരുള്ളത്. ഇവിടെ രണ്ട് കള്ളിയിലായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഒന്നാമത്തെ കള്ളി മാളിയായ ഫീലിൻ്റേതാണ്, രണ്ടാമത്തത് മുലാരിയായ ഫീലിൻ്റേതുമാണ്. അപ്പോൾ ഇത് ഫഅല, ഫഅല, ഫഅലു എന്ന് നമ്മൾ സറഫാക്കുമല്ലോ, അതിൽ ആദ്യത്തെ മൂന്നെണ്ണമാണ് ചോദിച്ചിട്ടുള്ളത്. മുഫ്രദ് ഫഅല എന്ന് പറയുന്നത് ഏകവചനമാണ്, ഫഅല ദ്വവചനമാണ്, ഫഅലു പിന്നെ ജം ആണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഖറജയുടേതും സല്ലമൻ്റേതും കാനൻ്റേതും അങ്ങനെ എഴുതാനാണ്. ഇപ്പോൾ ഖറജ എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ എന്താ വരിക? ഖറജ. മൂന്നാമത്തത് ഖറജു. സല്ലമൻ്റെത് രണ്ടാമത്തെ എന്താ വരിക? സല്ലമ, സല്ലമാ, സല്ലമു. മൂന്നാമത്തത് കാന, കാന, കാനു. ഇനി മുലാരിയയിലേക്ക് വരുമ്പോൾ യഖ്റുജുവിൻ്റെ എങ്ങനെ വരിക? യഖ്റുജു, യഖ്റുജാനി, യഖ്റുജൂന. ഇനി അടുത്തത് കൊടുത്തിരിക്കുന്നത് യുസല്ലിമൂന എന്നതാണ്. അപ്പോൾ എങ്ങനെ? യുസല്ലിമു, യുസല്ലിമാനി, വളരെ എളുപ്പമാണ്. ഇനി യക്കൂനൂന എന്നവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യക്കൂനു, യക്കൂനാനി,
യക്കൂനു എന്ന് പറഞ്ഞാൽ ആകും, യക്കൂനാനി രണ്ടാളാകും, യക്കൂനുന് അവർ ഒരുപാടാളാകും. യഹ്റുജു അവൻ പുറപ്പെടും അല്ലെങ്കിൽ പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യഹ്റുജാനി അവർ രണ്ട് പേര് പുറപ്പെടും. യഹ്റുജുൻ അവർ കുറേ പേര് പുറപ്പെടും. മുലാരിന് രണ്ടർത്ഥമുണ്ട്, പുറപ്പെടും എന്നുണ്ട്, പുറപ്പെട്ടു കൊണ്ടിരിക്കുന്നു, രണ്ടർത്ഥവും മുലാരിനിക്കുണ്ട്. അത് രണ്ടും ഇവിടെ വരാം. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്, എന്തെളുപ്പമാണ് മാർക്ക് ലഭിക്കാനും. ലിസാനെ സംബന്ധിച്ചിടത്തോളം സർഫാക്കാൻ അറിയാതെ പരീക്ഷയ്ക്ക് പോയാൽ വലിയൊരു മാർക്ക് നമുക്ക് നഷ്ടപ്പെടും, തോൽക്കാൻ തന്നെ കാരണമാവും. സർഫാക്കുന്നത് നല്ലോണം കുത്തിയിരുന്ന് പഠിക്കുക, എല്ലാം സർഫാക്കുക, എന്ത് കിട്ടിയാലും സർഫാക്കണം. ചക്ക കിട്ടി, ചക്ക ചക്ക ചക്കോ, മാങ്ങ കിട്ടി, മാങ്ങ മാങ്ങ മാങ്ങു, എന്ത് കിട്ടിയാലും സർഫാക്കുന്ന രൂപത്തിലേക്ക് അങ്ങനെ നമ്മൾ സർഫാക്കി പഠിച്ചാൽ അതങ്ങ് തറച്ചു പോകും. പിന്നെ ഒരു കുഴപ്പമില്ല, ഏത് വന്നാലും, ഖറജ വന്നാലും, ദഹബ് വന്നാലും, യഫ്അൽ വന്നാലും, പിന്നെ യഖ്റുജ് വന്നാലും ഒക്കെ നമുക്ക് സർഫാക്കാൻ കഴിയും. അത് നമ്മൾ അടിത്തറ ഉഷാറാക്കിയാൽ പിന്നീട് അങ്ങോട്ടുള്ള ക്ലാസ്സിൽക്കൊക്കെ അത് ഉപകാരപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സർഫാക്കി നല്ലോണം പഠിക്കുക. പ്രത്യേകിച്ച് ഫഅല ഫഅല ഫഅലു എന്നുള്ള മൂന്നെണ്ണം. അടുത്ത മൂന്നാമത്തത് നുറത്തിബു, തെർത്തീബാക്കാനാണ്, ഓർഡർ ആക്കാനാണ്. അബി ഇല സൂക്കി യദ്ഹബു, അപ്പോൾ യദ്ഹബു പോകുന്നു, അബി എൻ്റെ ഉപ്പ പോകുന്നു, ഇല സൂക്കി അങ്ങാടിയിലേക്ക് പോകുന്നു. യദ്ഹബു അബി ഇല സൂക്കി എൻ്റെ ഉപ്പ അങ്ങാടിയിലേക്ക് പോകുന്നു. വളരെ എളുപ്പമുള്ളതാണ്. അതുപോലെ അലൽ ഔലാദ് യുസല്ലിമുൽ ഉസ്താദു, യുസല്ലിമുൽ ഉസ്താദ്, ഉസ്താദ് സലാം പറയുന്നു, അലൽ ഔലാദി കുട്ടികളുടെ മേൽ. സുമ്മ സുബുഹ അഫ്ദലുൽ ജമാഅത്തി അൽ ജുമാഅത്തു, അഫ്ദലുൽ ജമാഅത്തി അൽ ജുമാഅത്തു, ഏറ്റവും ശ്രേഷ്ഠമായ ജമാഅത്ത് നമസ്കാരം ജുമാഅയാണ്. സുമ്മ സുബൂഹ, പിന്നെ വെള്ളിയാഴ്ചയുടെ സുബഹിയുമാണ്. നോട്ട് ചെയ്യുക. ഇനി നാലാമത്തെ ചോദ്യം വായിക്കുന്നതിന് മുമ്പ് ഇതുപോലെ മദ്രസാപരമായ നല്ല നല്ല വിഷയങ്ങൾ ചെയ്യുന്നതിനുള്ള പ്രചോദനവും പ്രോത്സാഹനവും നിങ്ങൾ തരുന്ന സബ്സ്ക്രൈബാണ്. 5ാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട മക്കളാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. അറിയാത്തവരുണ്ടെങ്കിൽ അറിയുന്നവരോട് ചോദിച്ച് ചെയ്യുക. കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് കൊടുക്കുക. വീഡിയോയുടെ അവസാനം ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് കമൻറ്റിലൂടെ താങ്ക്സോ നന്ദിയോ എന്തെങ്കിലും ഒന്ന് എഴുതി അറിയിക്കുകയും ചെയ്യുക. തുടർന്ന് വായിക്കാം. നാലാമത്തത് നുസന്നി ആദിഹിൽ അഫ്ആൽ, താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകളെ മുസന്നയാക്കാനാണ്. താഴെ കൊടുത്തിരിക്കുന്ന ഫീലുകളൊക്കെ ഒരാൾ ചെയ്തതിൻ്റെ മേലാണ് അറിയിക്കുന്നത്. ഇനി ആ ക്രിയകളൊക്കെ രണ്ടാൾ പ്രവർത്തിച്ചതിൻ്റെ മേലിലേക്ക് ആക്കണം. വളരെ എളുപ്പമാണ്, നമ്മൾ നേരത്തെ ചെയ്ത ആ പണി തന്നെയാണ്, ഒരു വ്യത്യാസവുമില്ല. അതാണ് നുസന്നി എന്ന് പറയുന്നത്. ഒന്ന് എന്നുള്ളത് രണ്ടാൾ ചെയ്തു എന്നതിലേക്ക് എത്തിക്കുക. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാവും. ഒന്നാമത്തെ നോക്കൂ, യജിലിസു എന്ന് പറഞ്ഞാൽ അവൻ ഒരാൾ ഇരിക്കും എന്നാണ് യജിലിസുവിൻ്റെ അർത്ഥം. ഇനി അവർ രണ്ട് പേരിരിക്കും എന്നെങ്ങനെയാണ് പറയുക? എളുപ്പല്ലേ, യജിലിസാനി. കതബ എന്ന് പറഞ്ഞാൽ അവൻ എഴുതി എന്നുള്ളതാണ്. രണ്ടാൾ എഴുതി എന്നെങ്ങനെയാണ് പറയുക? കതബ എന്ന് പറയും. ഒസല കഴുകി, ഒസല രണ്ട് പേര് കഴുകി. യദ്ഹബു പോകും, അവൻ പോകും എന്ന് ഒരാൾ പോവുകയാണ്. യദ്ഹബാനി അവർ രണ്ട് പേര് പോകും. കാല പറഞ്ഞു, ഒരാൾ പറഞ്ഞതാണ് കാല, കാല രണ്ട് പേര് പറഞ്ഞു. ഇനി യഅസിലു ഒരാൾ കുളിക്കും, യഅസിലാനി അവർ രണ്ട് പേര് കുളിക്കും. എന്തെളുപ്പം, വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. അടുത്തത് അഞ്ചാമത്തത് നുത്തർജിമു, പരിഭാഷപ്പെടുത്താനാണ്. ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം, ഏതാണെന്നറിയില്ല. അപ്പം ബുക്കുമായി നന്നായിട്ട് ബന്ധമുണ്ടാവണം. ബുക്കിലുള്ള വേർഡുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കുക. യക്കില ജുനൈദും മിനൻ നൗമി മുബക്കിറൻ കബിലുൽ ഫജ്ർ, ജുനൈദ് ഉറക്കിൽ നിന്ന് പ്രഭാതത്തിന് മുമ്പ് നേരത്തെ ഉണർന്നു. അപ്പം നമ്മളൊക്കെ നേരത്തെ തന്നെ ഉണർന്ന് സുബഹി നിസ്കരിക്കാത്തവരാരും ഉണ്ടാവരുത്, അവരൊക്കെ തോറ്റ് നശിച്ചു പോകും സുബഹി നിസ്കരിക്കാത്തവർ. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവരും സുബഹി നമസ്കരിക്കണം, ബാക്കിയുള്ള നിസ്കാരം നിസ്കരിക്കണം. നുത്തമ്മിമും, ആറാമത്തത് പൂർത്തിയാക്കാനാണ്. അയ്യൂഹൽ മബ്ഊസു ഫീനാ ജിഅത ബിൽ അംരിൽ മുതാഇ ജിഅത ശറഫ്തൽ മാദീന മർഹബൻ യാ ഖൈറദാഇ. ഇതോടുകൂടെ ഒരു ചോദ്യപേപ്പർ പൂർണ്ണമായി നമ്മൾ നോക്കി. എല്ലാവർക്കും മോഡൽ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ചോദ്യപേപ്പർ കൂടെ ഇവിടെ കൊടുക്കുന്നു. വായിക്കുന്നില്ല, വായിച്ചാൽ വീഡിയോ ദീർഘിച്ചു പോകും.
4 പാഠങ്ങളെ ലിസാനിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളൂ. കുറഞ്ഞ പാഠങ്ങളേ ഉള്ളൂ. നന്നായി പഠിക്കുക. മുഴുവൻ മാർക്കും കരസ്ഥമാക്കാൻ ശ്രമിക്കുക. നമ്മൾ ശ്രമിച്ചാൽ നടക്കായില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞ സബ്സ്ക്രൈബിൻ്റെ കാര്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഒരു ലൈക്ക് അടിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്താണോ ക്ലാസ് കേട്ടിട്ട് തോന്നിയത്, നന്നായിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ താങ്ക്സോ മറ്റോ ഒന്ന് എഴുതി അറിയിക്കുക. നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.